മെയ് 10 ഞായറാഴ്ച, അധ്യായം 25 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസം ആഗോള എക്യുമെനിക്കൽ സഭകൾ ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ ആ സുവിശേഷ പ്രഘോഷണമാണ്. കർത്താവ് കൂടെ ഇരിക്കുന്നു. ഉയർത്ത കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. കൂടെയുള്ള കർത്താവ് അന്ത്യകാലത്ത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട സകല ജാതികളെയും ശിഷ്യരാക്കുകയും എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും അവരെ സ്നാനപ്പെടുത്തി സഭയുടെ അംഗങ്ങളാക്കി തീർക്കുകയും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ പരിഭാഷയിൽ ഗ്രീക്കിൽ പറയുന്നതനുസരിച്ച് നിങ്ങൾ പോയാൽ മതി, നിങ്ങൾ പോകുന്നിടത്തൊക്കെയും നിങ്ങളുടെ ആളുകൾ ശിഷ്യന്മാരായിക്കൊള്ളും. യേശു കർത്താവ് സഞ്ചരിച്ച പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും യേശു അങ്ങനെ പോയോ, അങ്ങനെ പോകുവാനാണ് കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. നമ്മൾ ധ്യാനിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ധ്യാനിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ഉപമയിൽ യേശു കർത്താവ് ആ 10 കന്യകമാരെ പറ്റിയുള്ള ഉപമയാണ് ഇവിടെ വളരെ ശക്തമായി ഉപമിച്ചിരിക്കുന്നത്. അധ്യായം 25 മുതൽ ഉള്ള വാക്യങ്ങളിൽ സ്വർഗരാജ്യം മണവാളനെതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാവും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല. ബുദ്ധിയുള്ളവരു വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വന്നു. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു, വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണസദ്യയ്ക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. അതിന് ശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പീൻ. അത് വളരെ കൃത്യമായിട്ടുള്ള ഈ 13 വാക്യങ്ങളിൽ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും. എണ്ണ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതാണെങ്കിൽ എപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായി ജ്വലിക്കുവാൻ തയ്യാറായി യേശു കർത്താവിൻ്റെ വെളിച്ചം ലോകത്തിന് കൊടുക്കുവാൻ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ. അല്ലെങ്കിൽ നമ്മളെ അറിയുന്നതെന്നില്ല, നമ്മൾ ലോകത്തിന് നമ്മുടെ വെളിച്ചം കൊടുക്കാൻ സാധിക്കുന്നവരായിരിക്കണം. അപ്പോൾ ഈ വിശുദ്ധ ദിവസം നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ വെളിച്ചം നമുക്ക് ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ആ വലിയ വെളിച്ചത്തിൻ്റെ അംശികളായി തീരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവിക പ്രവേശനം ലഭിക്കുവാൻ, ബുദ്ധിയുള്ളവരായി തീരുവാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ജീവിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകിക്കാട്ടെ. എല്ലാ കുടുംബങ്ങളെയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും തമ്പുരാൻ അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമേ. ദൈവകരങ്ങളിൽ സകല രോഗങ്ങളെയും തമ്പുരാൻ സൗഖ്യമാക്കിക്കൊള്ളണമേ. പരിശുദ്ധാത്മാവിൽ നിന്റെ മക്കളെ ബലപ്പെടുത്തിക്കൊള്ളണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു മൂലം തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.